കഴിഞ്ഞ കുറേയേറെ നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ തരംഗമായി കൊടുക്കുന്ന ഒരു വാർത്തയാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്ന ശതകോടീശ്വരൻ നടത്തിയ ബഹിരാകാശ യാത്ര. എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇത്രമാത്രം ജനശ്രദ്ധ നേടുന്നത്? അതുപോലെ തന്നെ അനന്ത സാധ്യതകളുടെ അജ്ഞാത ലോകം എന്ന് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്ന ബഹിരാകാശത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കോസ്മിക് ടോക്ക് ടൈം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സീരീസിലേക്ക് ഡിവൈൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാസങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2021 ജൂലൈ മാസം 11-ാം തീയതി ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് റിച്ചാർഡ് ബ്രാൻസണും അദ്ദേഹത്തിൻ്റെ 5 ക്രൂ മെമ്പേഴ്സും അടക്കം തൻ്റെ തന്നെ കമ്പനിയായ വെർജിൻ ഗലാക്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി അമേരിക്കയിലെ സ്പേസ് പോർട്ടിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നത്. 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ഒരു യാത്രയ്ക്ക് അകമ്പടിയായി ഇന്ത്യൻ വംശജയായ ശിരീഷ താങ്ല എന്ന വനിത കൂടി ഉണ്ടെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനാർഹമായ കാര്യമാണ്. എന്താണ് വെർജിൻ ഗലാക്റ്റിക്സിനെ മറ്റ് ബഹിരാകാശ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ആരാണ് റിച്ചാർഡ് ബ്രാൻസൺ? എന്താണ് ഈ ഒരു വാർത്ത ലോകം മുഴുവൻ ഇത്രമാത്രം ചർച്ച ചെയ്യാൻ കാരണമാകുന്നത്? അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ അയക്കുന്ന ഗുണമെന്ത്? അല്ലെങ്കിൽ റോക്കറ്റുകൾ വെച്ചാൽ പട്ടിണി മാറുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ മറുപടി കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആരാണ് റിച്ചാർഡ് ബ്രാൻസൺ? ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ വരാം. റിച്ചാർഡ് ബ്രാൻസൺ എന്നത് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെർജിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ, സർവോപരി സാധാരണക്കാർക്ക് വലിയൊരു മോട്ടിവേഷനും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യം ഇദ്ദേഹത്തെ ബാധിക്കുകയും ഹൈസ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തളരാത്ത മനോവീര്യത്തിൻ്റെയും അടങ്ങാത്ത സ്വപ്നങ്ങളുടെയും ബ്രാൻസൺ അവിടെ ഒന്നും തളർന്നില്ല. പകരം അദ്ദേഹം അത്രയും നാൾ പഠിച്ചതിനെ സ്റ്റുഡൻ്റ് എന്ന മാഗസീനായി പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനം ഉപയോഗിച്ച് മറ്റു പല ബിസിനസ്സുകൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. വെറും $1000 തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇന്ന് എത്തി നിൽക്കുന്നത് $5 ബില്യൺ മുകളിലാണ്. ഇത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കാത്ത വിധം വലിയ വലിയ സ്വപ്നങ്ങൾ കീഴടക്കിയ ഒരു മഹത് പ്രതിഭയാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്നുള്ളത്. നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ ഭയപ്പെടുത്താൻ മാത്രം കെൽപ്പില്ലാത്തവയാണെങ്കിൽ ആ ഒരു സ്വപ്നം നിങ്ങളുടേതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം അത്രമാത്രം വലുതല്ല എന്ന് പഠിപ്പിച്ച ഒരു വലിയൊരു പ്രതിഭയാണ് റിച്ചാർഡ് ബ്രാൻസൺ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇത്രമാത്രം ജനശ്രദ്ധ നേടുന്നത്? BBC പോലുള്ള പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും അഭിപ്രായ പ്രകാരം ഈ വിഷയത്തിന് പിന്നിലുള്ള ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നൂറ്റാണ്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അത്യാവശ്യം ബഹിരാകാശ മേഖലയെക്കുറിച്ച് വിഷയം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു സ്വപ്നമാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ബഹിരാകാശത്ത് പോവുക എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, ഒരിക്കലും ഒരു സാധാരണക്കാരനെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല അത്. കാരണം നമുക്ക് ആർക്കെങ്കിലും ബഹിരാകാശത്ത് പോകണമെങ്കിൽ നാസയുടെയോ മറ്റ് ബഹിരാകാശ മേഖലയുടെ കീഴിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനും അതുപോലെ തന്നെ കഠിന യാതനകൾക്കൊടുവിൽ മാത്രമേ നമുക്കൊരു ശാസ്ത്രജ്ഞനായി മാത്രമേ ബഹിരാകാശത്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത്. പക്ഷെ അവിടെ പോയാൽ തന്നെ വളരെയധികം വേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മോട്ടിവേഷൻ ട്രെയിനർമാരുടെ മോട്ടിവേഷനും സർവോപരി വെർജിൻ ഗലാക്റ്റിക്സിൻ്റെ സ്ഥാപകനുമായ റിച്ചാർഡ് ബ്രാൻസൺ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഇനി സാധാരണക്കാരനും ബഹിരാകാശത്ത് പോകാം, ഏറെ പ്രതിസന്ധികളൊന്നും തന്നെ കൂടാതെ. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ബഹിരാകാശം എന്ന സ്വപ്നം ഇനി പൂവണിയാൻ പോകുന്നു എന്നുള്ളത്. അധികം സമയമൊന്നും എടുക്കാതെ ഏകദേശം വെറും 17 വർഷങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ തുച്ഛമായ ചിലവ് കൊണ്ട് അദ്ദേഹം ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിച്ച് കാണിച്ചു കൊടുത്തു. ഇത്തരത്തിലുള്ളൊരു വാർത്ത എന്തുകൊണ്ട് ജനശ്രദ്ധ നേടാതെ പോകും എന്ന് വേണം നമ്മൾ ചിന്തിക്കാനുള്ളത്. എന്താണ് വെർജിൻ ഗലാക്റ്റിക്സിനെ മറ്റ് ബഹിരാകാശ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ പരിചിതമായതുപോലെ തന്നെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബഹിരാകാശ യുദ്ധത്തിൽ അഥവാ ബഹിരാകാശ റേസിൽ വെർജിൻ ഗലാക്റ്റിക്സ് ഒറ്റയ്ക്കൊന്നുമല്ല. ലോകപ്രശസ്ത വ്യവസായിയായ ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന സ്പേസ് എക്സും ആമസോൺ സ്ഥാപകനായ ജെഫ് ബേസോസ് നേതൃത്വം നൽകുന്ന ബ്ലൂ ഒറിജിനും ഈ ഒരു മേഖലയിൽ വെർജിൻ ഗലാക്റ്റിക്സിന് എതിരാളികളായിട്ടുണ്ടെങ്കിലും വെർജിൻ ഗലാക്റ്റിക്സിനെ വ്യത്യസ്തമാക്കുന്നത് ഒറ്റൊരു കാര്യം തന്നെയാണ്. അതായത് ഇവരുടെ ബഹിരാകാശ വാഹനത്തിൻ്റെ മോഡൽ തന്നെയാണ്. മറ്റ് എല്ലാ എയറോസ്പേസ് കമ്പനികളും വെർട്ടിക്കൽ ലോഞ്ചിങ് എന്നുള്ള ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ആസ്ട്രോണറ്റുകളെയും കാർഗോയെയും ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അതായത് ഒരു റോക്കറ്റിനെ കുത്തനെ നിർത്തിയ ശേഷം ഇന്ധനം ജ്വലിപ്പിച്ച് അതിതീവ്ര ശബ്ദത്തോടും വേഗതയോടും കൂടി ബഹിരാകാശത്ത് എത്തുന്ന രീതിയാണ് വെർട്ടിക്കൽ ലോഞ്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ വെർജിൻ ഗലാക്റ്റിക്സിൻ്റെ മാതൃകയെ നോക്കുകയാണെങ്കിൽ അവർ പാലിക്കുന്നത് ഒരു വിമാനത്തിൻ്റെ മാതൃകയാണ്. അതായത് 2 വിമാനങ്ങൾ കൈകോർത്ത് ചേർന്നിരിക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മദർഷിപ്പിൻ്റെ ചിറകുകളിൽ തൂങ്ങിക്കിടക്കുന്ന VSS യൂണിറ്റി എന്നുള്ള ഒരു ബഹിരാകാശ പേടകവുമാണ് ഇവരുടെ ബഹിരാകാശ വാഹനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മദർഷിപ്പും VSS യൂണിറ്റിയും അടങ്ങിയിരിക്കുന്ന ഈ ഒരു ബഹിരാകാശ പേടകം അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ സ്പേസ് പോർട്ടിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നു. ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ ഉയരത്തിലെത്തുമ്പോൾ മദർഷിപ്പ് VSS യൂണിറ്റിയെ താഴേക്കിടുന്നു.
സെക്കൻഡുകൾക്കകം VSS യൂണിറ്റി അത് അതിൻ്റെ റോക്കറ്റ് എഞ്ചിൻ ജ്വലിപ്പിച്ചുകൊണ്ട് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയോടുകൂടി ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നു. ഒരു 4 മിനിറ്റുകൾക്കകം ബഹിരാകാശത്തെത്തിയ 4 മിനിറ്റിന് ശേഷം അവിടുത്തെ യാത്രികർക്ക് ബഹിരാകാശത്തെ ഭാരമില്ലാത്ത അവസ്ഥയും പ്രപഞ്ചത്തിൻ്റെ അനന്തതയും ഒക്കെ കാണിച്ചു കൊടുത്ത ശേഷം തിരിച്ച് ഏതൊരു നാസയുടെ ബഹിരാകാശ പേടകം അതായത് സ്പേസ് ഷട്ടിൽ ലാൻഡ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നു. കേൾക്കാൻ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നീണ്ട 17 വർഷങ്ങൾക്കൊടുവിലാണ് റിച്ചാർഡ് ബ്രാൻസന് ഈ ഒരു ഉദ്യമം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം ഇതിൻ്റെ ആ ഒരു പരിശീലന ഘട്ടത്തിൽ 2 പൈലറ്റുമാർക്ക് അവരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ്. ബഹിരാകാശത്തേക്ക് പേടകങ്ങളെ അയക്കുന്നതിൻ്റെ ഗുണമെന്ത്, അല്ലെങ്കിൽ റോക്കറ്റുകൾ അയച്ചാൽ പട്ടിണി മാറുമോ? എൻ്റെ കുറേ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയം തന്നെയാണിത്. ശരിക്കും വലിയൊരു മണ്ടത്തരമാണ് കേട്ടോ ഈ ഒരു ചോദ്യം. അങ്ങനെ പറയാൻ കാരണം പൊതുസമൂഹത്തിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മൾ ബോയിങ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ട് സംസാരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഒരു സംസാരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ വിമാന ഗതാഗതമൊന്നും വലിയ രീതിയിൽ പ്രാബല്യത്തിലൊന്നും വന്നിട്ടില്ല. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വിമാനം ഉണ്ടാക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഗുണം? നിങ്ങൾ കുറേ കാശും അതുപോലെ തന്നെ സാധാരണക്കാരുടെ കുറേ അധ്വാനം വെറുതെ കളയുമല്ലേ എന്ന്. തീർച്ചയായും അദ്ദേഹം പറയാൻ പോകുന്ന ആ ഒരു മറുപടി നിങ്ങൾ ഒരിക്കലും തൃപ്തീകരിക്കുകയില്ല. ശേഷം നിങ്ങൾ തിരിച്ചു വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വിമാന ഗതാഗതം തന്നെ ലോകം മുഴുവൻ വ്യാപിക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്കും മറ്റും ഏറ്റവും വേഗതയേറിയ മാർഗം വിമാനമായി തീരുകയും സാധാരണക്കാർക്കെല്ലാം തന്നെ ആ ഒരു വിമാന ഗതാഗതം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലെത്തുമ്പോഴാണ് നിങ്ങൾ അന്ന് ചോദിച്ച ആ ഒരു ചോദ്യം എത്ര വലിയ മണ്ടത്തരമാണ് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നത്. ശരിക്കും ലോകത്തുള്ള എല്ലാ എയറോസ്പേസ് കമ്പനികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് 99കളിലോടിയ വിമാനത്തിൻ്റെ ഏകദേശ വേഗതയോടുകൂടി തന്നെയാണ് ഇന്നും ലോകത്ത് വിമാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവയുടെ വേഗത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിന് വലിയൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പരിമിതികൾ തന്നെയാണ്. അതായത് ഒരു വസ്തു ഒരു നിശ്ചിത വേഗത്തിൽ കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചാൽ അതുണ്ടാക്കുന്ന ശബ്ദവും മറ്റും വളരെയധികം അരോചകം നിറയ്ക്കുന്നതാണ്. ഇത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകണം. ഏകദേശം 16 മണിക്കൂറോളം യാത്ര നമുക്ക് വേണ്ടി വരും, ഇമിഗ്രേഷൻ ഒഴിച്ചാൽ. ഈ ഒരു യാത്ര നമുക്ക് ചുരുക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു എയറോസ്പേസ് കമ്പനിയുമായി ബന്ധപ്പെടുന്നു. ശേഷം അവരുടെ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് പോളിൽ നിന്ന് ബഹിരാകാശത്തേക്ക് നേരെ കയറി പോകുന്നു. അതായത് മണിക്കൂറുകൾ എടുക്കുന്ന യാത്ര ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ ചുരുങ്ങുന്നു. അതായത് മണിക്കൂറുകളുള്ള യാത്രയെ നമുക്ക് ഇത്രമാത്രം ചുരുക്കാൻ കഴിയുമെന്ന് സാരം. ബഹിരാകാശത്ത് ഏത് വേഗത്തിൽ വേണമെങ്കിലും നമുക്ക് പോകാം, കാരണം അവിടെ അന്തരീക്ഷം എന്നുള്ള ഒരു പ്രശ്നം ഇല്ല. ഇതുതന്നെയാണ് ബഹിരാകാശത്തേക്ക് റോക്കറ്റുകളെ അയച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി കണക്കാക്കാൻ പറ്റുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിനുള്ള നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിയും. ഭൂമിയെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാനും പ്രപഞ്ചത്തിൻ്റെ അനന്തതയെക്കുറിച്ച് തിരിച്ചറിയാനൊക്കെ നമുക്ക് റോക്കറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഇഷ്ടംപോലെ വീഡിയോകളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ബഹിരാകാശത്തോടെ ഒഴുകി നടക്കുന്ന ഓരോ പാറക്കഷ്ണത്തിൻ്റെയും വില എത്രയെന്ന് അറിയുമ്പോഴാണ് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു പാറക്കഷ്ണത്തിന് നമ്മൾ ഇത്രയും കാലം റോക്കറ്റുകളെ അയക്കാൻ വന്ന ചിലവിൻ്റെ 10 ഇരട്ടിയോളം മൂല്യം വരുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുന്നത്. എത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ പ്രപഞ്ചവും നമ്മൾ തിരിച്ചറിയുന്നത്.